ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ളത് നെക്സ്റ്റ് മൊഡ്യൂളാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. നിങ്ങൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുള്ളതാണ്. എന്താണ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ബൈ വിച്ച് വൺ പാർട്ടി എഗ്രീസ് ടു അണ്ടർടേക്ക് ആൻഡ് കംപ്ലീറ്റ് എ ജോബ് ഓർ എ പീസ് ഓഫ് വർക്ക് ഫോർ ആൻ എഗ്രീഡ് പ്രൈസ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. അതിലൊരു വ്യക്തി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കൊള്ളാമെന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റാണ്. ഒരു സർട്ടൻ എഗ്രീഡ് പ്രൈസിൽ ഏതെങ്കിലും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു കൊള്ളാമെന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിനാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് ആർ കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റീവ്. ടു പാർട്ടീസ് ആണുള്ളത്. ഒരാൾ കോൺട്രാക്ടറും മറ്റൊരാൾ കോൺട്രാക്റ്റീവ് ആണ്. കോൺട്രാക്ടർ ഈസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ വർക്ക്. വർക്ക് നടത്തുന്ന വ്യക്തി ആണ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഹു അണ്ടർടേക്സ് ദ വർക്ക്. വർക്ക് നടത്തുന്ന വ്യക്തിയാണ് കോൺട്രാക്ടർ. കോൺട്രാക്റ്റീ ഈസ് ദ പേഴ്സൺ ഹു ഗീവ്സ് ദ കോൺട്രാക്ട് ഓർ ഹും വർക്ക് ഈസ് ഡൺ. കോൺട്രാക്റ്റീ എന്ന് പറയുന്ന വ്യക്തി വർക്ക് നൽകുന്ന വ്യക്തിയാണ്. അതല്ല എങ്കിൽ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിക്കാണ് കോൺട്രാക്റ്റീ എന്ന് പറയുന്നത്. Then contracts are taken for the construction of building dam or building a ship etc. കോൺട്രാക്ട്സ് എന്ന് പറയുന്ന വർക്ക് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഇതിൽ എന്തെങ്കിലും ബിൽഡിംഗ് ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ ആണ് നമ്മൾ കോൺട്രാക്ട്സ് വർക്ക് നടത്തുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രിഡ്ജസ് പാലങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയൊക്കെയാണ് കോൺട്രാക്ട്സ് വർക്ക് നടത്തുന്നത്. Then the price which is charged by the contractor from the contractee as a consideration for performing the contract is called contract price. അതുപോലെ തന്നെ കോൺട്രാക്ടറാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. കോൺട്രാക്ടറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ വർക്ക് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കിട്ടുന്ന കൺസിഡറേഷൻ, കോൺട്രാക്റ്റിയിൽ നിന്ന് അദ്ദേഹം ഈടാക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ് കോൺട്രാക്റ്റ് പ്രൈസ്. കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് വിച്ച് ഈസ് ചാർജ്ഡ് ബൈ ദ കോൺട്രാക്ടർ ഫ്രം ദ കോൺട്രാക്റ്റീ ആസ് എ കൺസിഡറേഷൻ ഫോർ പെർഫോമിംഗ് ദ കോൺട്രാക്റ്റ്. ദസ് എ കോൺട്രാക്ട് മേ ബി ഡിഫൈൻഡ് ആസ് ദ വർക്ക് അണ്ടർടേക്കൺ ബൈ ദ കോൺട്രാക്ടർ for and on behalf of the contractee for a price payable by the contractee on the completion of the work. ഇപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് എ വർക്ക് അണ്ടർടേക്കൺ ബൈ ദ കോൺട്രാക്ടർ അല്ലേ. കോൺട്രാക്ടർ ഏറ്റെടുക്കുന്ന ഒരു വർക്കാണ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് കോൺട്രാക്റ്റിക്ക് വേണ്ടി കോൺട്രാക്ടർ അണ്ടർടേക്കൺ ചെയ്യുന്നൊരു വർക്കാണ്. ഫോർ എ പ്രൈസ് പേയബിൾ ബൈ ദ കോൺട്രാക്റ്റി ഓൺ എ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കോൺട്രാക്ടർക്ക് പ്രൈസ് കൊടുക്കും ഓൺ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. അതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ICMA ലണ്ടൻ ഡിഫൈൻസ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആസ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ് വേർ വർക്ക് ഈസ് അണ്ടർടേക്കൺ അറ്റ് കസ്റ്റമേഴ്സ് special requirements and each order is of long duration. ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഓർഡറിനനുസരിച്ചാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ അല്ലെ, നമ്മളൊരു കോൺട്രാക്ടർക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ചായിരിക്കും അദ്ദേഹം ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റിനനുസരിച്ചായിരിക്കും ഇവിടെ കോൺട്രാക്റ്റ് വർക്ക് നടത്തുന്നത്. വേർ വർക്ക് ഈസ് അണ്ടർടേക്കൺ അറ്റ് കസ്റ്റമേഴ്സ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഈച്ച് ഓർഡർ ഈസ് ഓഫ് ലോങ് ഡ്യൂറേഷൻ. അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റ് വർക്കിന് ലോങ് ഡ്യൂറേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒന്നും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയല്ല. 1-2 വർഷം അല്ലെങ്കിൽ 2 അതിലധികമോ വർഷങ്ങൾ കൊണ്ടൊക്കെ ഒരു കോൺട്രാക്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇൻ ഷോർട്ട്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് കോൺട്രാക്റ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ കോസ്റ്റിംഗ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് ഓർ റിപ്പയർ വർക്ക്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ
കോസ്റ്റിംഗ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കോസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് എന്ത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഈച്ച് കോൺട്രാക്ട് ഈസ് യൂഷ്വലി എ ബിഗ്ഗർ വൺ കമ്പയർഡ് ടു ദ ജോബ്. സാധാരണ രീതിയിൽ ജോബ് കോസ്റ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ പ്രൊഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കോൺട്രാക്റ്റ് സാധാരണയായിട്ട് ബിഗ്ഗർ വണ്ണാണ്. ബിഗ്ഗർ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. ഒന്നിൽ കൂടുതൽ വർഷം കൊണ്ടൊക്കെ നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ ബിഗ്ഗർ വൺ എന്ന് പറയുന്നത്. തേർഡ് വൺ, വെൻ കമ്പയർഡ് ടു ജോബ്സ് കോൺട്രാക്ട്സ് ടേക്ക് എ ലോങ് ടൈം ഫോർ കംപ്ലീഷൻ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലോങ്ങർ ടൈം വേണം. വലിയൊരു വർക്കായിരിക്കും. നേരത്തെ പറഞ്ഞ ബിഗ്ഗർ വൺ അല്ലേ, ബിഗ്ഗർ വൺ എന്ന് പറഞ്ഞാൽ വലിയൊരു വർക്കായിരിക്കും. അതുപോലെ ലോങ്ങർ ഡ്യൂറേഷൻ വളരെ കൂടുതലായിരിക്കും. ദ നെക്സ്റ്റ് വൺ, ദ വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് ദ കസ്റ്റമേഴ്സ് സൈറ്റ്. അതുപോലെ തന്നെ കോൺട്രാക്റ്റ് വർക്ക് നടത്തുന്നത് കസ്റ്റമേഴ്സിൻ്റെ സൈറ്റിലായിരിക്കും, എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ പ്ലേസിലായിരിക്കും വർക്ക് നടത്തുന്നത്. സാധാരണ ജോബ് കോസ്റ്റിങ്ങിലൊക്കെ നമ്മൾ സാധാരണ വർക്ക് നടക്കുന്നത് അവരുടെ എവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻറ്ററിലേക്കായിരിക്കും വർക്ക് നടക്കുന്നത്. പക്ഷേ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ വർക്ക് നടക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ പ്ലേസിലായിരിക്കും വർക്ക് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ ഈച്ച് കോൺട്രാക്ട് ടു വിച്ച് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഇറ്റ് ആർ ചാർജ്ഡ്. ഇവിടെ പറയുന്നത് എ സെപ്പറേറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഓരോ കോൺട്രാക്റ്റ് വർക്കിനും ഓരോ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓരോ കോൺട്രാക്റ്റ് വർക്കിനും എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് വരുന്നത് ആ എക്സ്പെൻഡിച്ചർ നമ്മൾ ആ അക്കൗണ്ട് ചാർജ് ചെയ്യണം. ഒരു കോൺട്രാക്ടർ ഒത്തിരി കോൺട്രാക്റ്റ് വർക്ക് നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒത്തിരി കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നുണ്ടാവും. എങ്കിൽ പോലും ഓരോ വർക്കിനും ഓരോ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓരോ വർക്കിനും വരുന്ന എക്സ്പെൻഡിച്ചർ ആ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, ആസ് എ കോൺട്രാക്ട് ടേക്സ് ലോങ് ടൈം ഫോർ കംപ്ലീഷൻ, എ കോൺട്രാക്ട് അക്കൗണ്ട് കവേഴ്സ് മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഈവൻ ദോ എ കോൺട്രാക്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ്, കോൺട്രാക്ട് അക്കൗണ്ട് വിൽ ബി പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡ് വേണം അല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലോങ് പീരീഡ് വേണം. 2 അതിലധികമോ വർഷം കൊണ്ട് ഒരു കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. എങ്കിൽ പോലും എല്ലാ വർഷവും കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം എല്ലാ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം കോൺട്രാക്റ്റ് വർക്ക് പ്രിപ്പയർ ചെയ്യണം. ഓരോ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ഈ കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എല്ലാ വർഷവും കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓരോ വർഷത്തിൻ്റെ അവസാനവും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും, എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് അപ്പോൺ ദ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ഈസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ പ്രോഫിറ്റ്. Therefore, only a proportion of the notional profit is taken to the credit of profit and loss account. Actual profit can be ascertained only after the completion of the contract. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം മിക്ക അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്. കാരണം കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റ് അക്കൗണ്ടും ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ കിട്ടുന്ന പ്രോഫിറ്റിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നു. ഈ പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. കാരണം ആക്ച്വൽ പ്രോഫിറ്റ് ആകണമെങ്കിൽ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റാണ് ആക്ച്വൽ പ്രോഫിറ്റ്. വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ പകുതി വർക്ക് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉള്ള കേസിൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നു. അത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഫിറ്റിനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുകയില്ല.
എങ്കിൽ പോലും അതിൻ്റെ ഒരു സർട്ടൈൻ പോർഷൻ എന്ന് വെച്ചാൽ ഈ കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൈൻ പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. മുഴുവനായിട്ട് മാറ്റുന്നില്ല, ഒരു സർട്ടൈൻ പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ബാക്കിയുള്ളത് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ റിസർവായിട്ട് കാണിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇത്രമാണ് നമുക്കിവിടെ ഫീച്ചേഴ്സ് അല്ലേ, ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഉള്ളത്. ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഒരു 7 പോയിൻ്റാണ് ഉള്ളത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് നോക്കാം. കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ടു നോ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഓൺ ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് എൻറ്റർ ചെയ്യുന്ന അക്കൗണ്ടാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെയുള്ളൊരു അക്കൗണ്ടാണ്. അപ്പം ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടി വരുന്ന കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ സ്പെസിമെൻ ഫോം എങ്ങനെയാണെന്ന് നോക്കാം, ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോർമാറ്റ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, എങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് എൻ്റെ ഫോർമാറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ 2 കോളം വരയ്ക്കുക. 2 കോളം എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡായിട്ടും വരയ്ക്കുക. നമ്മൾ ആദ്യത്തെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് നോക്കാം. ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഇതാണ്. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ടു മെറ്റീരിയൽ അതുപോലെ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഈ കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എത്ര പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഡിഫറെൻറ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ടു മെറ്റീരിയൽ എന്ന് വെച്ചാൽ എത്രത്തോളം മെറ്റീരിയലാണ് നമ്മൾ ഈ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സൈറ്റിൽ നമ്മൾ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ലേബർ, പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഈ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഈ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്ലാന്റ് എത്രയാണ്, അതാണ് ഇവിടെ നമ്മൾ പ്ലാന്റ് കാണിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ എന്ന് പറയുന്നതും നമ്മൾ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ആ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽ. അതുപോലെ ഓവർ ഹെഡ്സ് ഒക്കെ ഡിഫറെൻറ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതിനുശേഷം ക്രെഡിറ്റ് സൈഡ് നോക്കുക. നമ്മൾ പിന്നെ എഴുതേണ്ട ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഫസ്റ്റ് ഐറ്റം ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് 2 ഐറ്റം ഉണ്ട്. ഒന്ന് വർക്ക് സർട്ടിഫൈഡ്, അടുത്ത വർക്ക് അൺസർട്ടിഫൈഡ്. ഈ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂടെ കൂട്ടുന്നതാണ് നമുക്ക് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂടെ കൂട്ടുന്നതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതുപോലെ തന്നെ ഇനി നമ്മൾ എഴുതേണ്ടത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് നമ്മൾ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത പ്ലാന്റിന് എന്തെങ്കിലും ലോസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതണം. അതുപോലെ നമ്മൾ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ തെഫ്റ്റ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ തീ പിടിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതാണ് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത്. പ്ലാന്റ് ലോസ്റ്റ്, മെറ്റീരിയൽ ലോസ്റ്റ്. അടുത്തത് എഴുതേണ്ടത് ബൈ മെറ്റീരിയൽ റിട്ടേൺ. അതുപോലെ തന്നെ ഏതെങ്കിലും മെറ്റീരിയൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത മെറ്റീരിയലിൽ നിന്ന്, സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമില്ലേ, അതിനാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മെറ്റീരിയൽ തിരിച്ച് സ്റ്റോർ റൂമിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ പ്ലാന്റ് റിട്ടേൺ, അതുപോലെ തന്നെ നമ്മൾ സൈറ്റിലുള്ള പ്ലാന്റ് തിരിച്ചയക്കുകയോ സ്റ്റോർ റൂമിലേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചയക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പക്ഷേ നമ്മൾ പ്ലാന്റ് റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. നമ്മൾ ഇത്ര നാളും യൂസ് ചെയ്ത പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണോ ആ ഡിപ്രീസിയേഷൻ നമ്മൾ ലെസ് ചെയ്തിട്ട് ഉള്ള എമൗണ്ട് വേണം നമ്മൾ പ്ലാന്റ് റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതാൻ. പ്ലാന്റ് റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മൾ ലെസ് ചെയ്യണം. പിന്നെ എഴുതേണ്ടത് മെറ്റീരിയൽ ഇൻ ഹാൻഡ്. എന്ന് പറഞ്ഞാൽ ഈ വർക്ക് അവസാനിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് ചെയ്യേണ്ട അവസാനമായിരിക്കുമല്ലോ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ആ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയം, അതായത് ഒരു അക്കൗണ്ടിങ് ചെയ്യേണ്ട അവസാനം നമ്മുടെ കയ്യിൽ ഇനി എത്ര മെറ്റീരിയൽ ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ സൈറ്റിൽ ഇനി എത്ര മെറ്റീരിയൽ ബാക്കിയുണ്ട്, അതാണ് മെറ്റീരിയൽ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. അതുപോലെ അടുത്ത് എഴുതേണ്ടത് പ്ലാന്റ് അറ്റ് സൈറ്റ്.
പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ സൈറ്റിൽ എത്ര പ്ലാന്റ് ആണ് ശേഷിക്കുന്നത്, എത്ര എമൗണ്ടിൻ്റെ പ്ലാന്റ് ആണ് ശേഷിക്കുന്നത്, അതാണ് പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് അറ്റ് സൈറ്റ് സാധാരണ രീതിയിൽ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ക്വസ്റ്റിന് തരുവേല. അങ്ങനെ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് ക്വസ്റ്റിന് തന്നിട്ടില്ല എങ്കിൽ സാധാരണ തരാൻ സാധ്യതയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്ത പ്ലാന്റ് ഇല്ലേ, ഈ ഡെബിറ്റ് സൈഡ് നമ്മൾ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്ലാന്റ്, ആ പ്ലാന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ആ പ്ലാന്റ് എത്രയാണോ അത് എഴുതുക, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത്ര ഓർത്താൽ മതി. പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ക്വസ്റ്റിന് തരുവേല, അത് പിന്നെ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത പ്ലാന്റ് നമുക്ക് തരും ക്വസ്റ്റിനിൽ. ദെൻ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണെങ്കിൽ പ്ലാന്റ് അറ്റ് സൈറ്റ് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മുടെ സൈറ്റിൽ എത്ര എമൗണ്ടിൻ്റെ പ്ലാന്റ് ആണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും വച്ചതിന് ശേഷം നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. എല്ലായ്പ്പോഴും മിക്കവാറും നമുക്കറിയാം ക്രെഡിറ്റ് സൈഡേ കൂടാൻ സാധ്യതയുള്ളൂ. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എഴുതുക, കൂട്ടി എഴുതുക. അതിന് ഡിഫറൻസ് അപ്പോൾ എവിടെയായിരിക്കും വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഡിഫറൻസ് ഡെബിറ്റ് സൈഡ് വരും. ഡെബിറ്റ് സൈഡ് വരുന്ന ഡിഫറൻസാണ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരുന്നത്. നോഷണൽ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന നോഷണൽ പ്രോഫിറ്റ് ആണെന്നല്ലേ. ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. മുഴുവൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റത്തില്ല. കാരണം നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആക്ച്വൽ പ്രോഫിറ്റ് അല്ല, അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റായിട്ട് പരിഗണിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ നമ്മളത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബേസിസ് ഉണ്ട്, ഈക്വേഷൻസ് ഉണ്ട്, അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എങ്ങോട്ട് അത് കണ്ടുപിടിക്കണം. ദെൻ നമ്മളിനി നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചില്ലേ, നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത് എഴുതേണ്ടത് നോഷണൽ പ്രോഫിറ്റ് നമ്മൾ താഴേക്ക് അല്ലേ ബ്രോ ഡൗൺ ചെയ്യണം. നോഷണൽ പ്രോഫിറ്റിനെ ബ്രോ ഡൗൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. അതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതെത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എന്നിട്ട് വീണ്ടും ബാലൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരും, ക്രെഡിറ്റ് സൈഡിൽ നോഷണൽ പ്രോഫിറ്റും വരും. എന്ന് വെച്ചാൽ നോഷണൽ പ്രോഫിറ്റിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഫറൻസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്ന് വെച്ചാൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ബാക്കി വരുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ദെൻ നമുക്കിനി ഇതിനകത്ത് പഠിക്കാനുള്ള ബേസിക് ടേംസ് ആണ്. ആ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്ന് നോക്കാം. ദ അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഈസ് കോൾഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. Work in progress includes the amount of work certified and the amount of work uncertified. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ അല്ലേ, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം അൺഫിനിഷ്ഡ് ആയിട്ട് എന്ന് വെച്ചാൽ മുഴുവൻ പൂർത്തീകരിക്കാത്ത ഒരു കോൺട്രാക്റ്റ് വർക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മുഴുവൻ വർക്കും കംപ്ലീറ്റ് ആകാതെ പകുതിക്ക് അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളമൊക്കെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലേ, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വെച്ചാൽ മുഴുവൻ വർക്കും കംപ്ലീറ്റ് ചെയ്യാത്ത കോൺട്രാക്റ്റ് വർക്കിനാണ് നമ്മൾ പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഉൾപ്പെടുന്ന ഒന്ന് വർക്ക് സർട്ടിഫൈഡും ഒന്ന് വർക്ക് അൺസർട്ടിഫൈഡുമാണ്. വെച്ചാൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഉൾപ്പെടുന്ന ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇത്രയാണ് ഉള്ളത്. ദെൻ അടുത്തത് വർക്ക് സർട്ടിഫൈഡ് അല്ലേ. വർക്ക് സർട്ടിഫൈഡ് എന്താണെന്ന് നോക്കാം. ഇൻ കേസ് ലാർജ് കോൺട്രാക്ട്, it is a normal practice to pay the contractor set a sum of money on account as advance during the period of contract. The advance is usually made by the contractee on the basis of sale value of work completed. For assessing the value of work completed up to a specified period, an engineer or architect will be appointed by the contractee.
The architect or surveyor will issue a certificate stating the sale value of work completed up to a specified date. The amount so certified as completed is called work certified. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോൺട്രാക്റ്റ് വർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഈ സാധാരണ രീതിയിൽ കോൺട്രാക്ടർക്ക് കോൺട്രാക്റ്റി സർട്ടേ സം ഓഫ് മണി അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കോൺട്രാക്ടർക്ക് മുഴുവൻ എമൗണ്ടും കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസ് ആയിട്ട് കോൺട്രാക്ടർക്ക് പണം കൊടുക്കും. അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് വെറുതെ അഡ്വാൻസ് ആയിട്ട് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. അത് കൊടുക്കുന്ന എത്ര വർക്കാണോ ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രമേ കോൺട്രാക്ടർക്ക് പണം കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് പ്രൈസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം എത്ര വർക്കാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എത്ര വർക്കാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കോൺട്രാക്റ്റിക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി കോൺട്രാക്റ്റി ഒരു എൻജിനീയറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ എൻജിനീയർ ഈ സൈറ്റിൽ പോയിട്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ അവർ ചെയ്ത വർക്ക് എത്ര എമൗണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് സർട്ടിഫൈ ചെയ്യും. ഇത്ര എമൗണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ എൻജിനീയർ സർട്ടിഫൈ ചെയ്യുന്നതിനാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. വർക്ക് സർട്ടിഫൈഡ് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. കോൺട്രാക്റ്റ് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് പ്രൈസ് കൊടുക്കണം. അപ്പം അങ്ങനെ അദ്ദേഹം വെറുതെ കൊടുക്കുകയല്ല, അത് അദ്ദേഹം കൊടുക്കുന്ന എത്ര വർക്കാണോ കംപ്ലീറ്റ് ചെയ്തത് അതിനനുസരിച്ച് മാത്രമേ അദ്ദേഹം കോൺട്രാക്റ്റ് പ്രൈസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എത്ര വർക്കാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് ഈ കോൺട്രാക്റ്റിക്ക് അറിയുന്നതിന് വേണ്ടി കോൺട്രാക്റ്റ് ഒരു എൻജിനീയറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ എൻജിനീയർ സൈറ്റിൽ പോയിട്ട് എത്ര എമൗണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം സർട്ടിഫൈ ചെയ്യും. ഇത്ര എമൗണ്ടിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അടുത്ത വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് വിച്ച് ഹാവ് ബീൻ ഡൺ ബട്ട് നോട്ട് സർട്ടിഫൈഡ് ഈസ് കോൾഡ് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ വർക്ക് നടന്നിട്ടുണ്ട്, വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ ബട്ട് നോട്ട് സർട്ടിഫൈഡ്. വർക്ക് നടന്നിട്ടുണ്ട് പക്ഷെ സർട്ടിഫൈ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു എൻജിനീയർ വന്നിട്ടത് ഇത്ര എമൗണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന് സർട്ടിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വർക്കിന് പറയുന്നതാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ സിൻസ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്കായിരിക്കും. നെക്സ്റ്റ് റീറ്റൻഷൻ മണി. ജനറലി ദ ഹോൾ എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഷാൾ നോട്ട് ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. എ സ്മോൾ പെർസെൻറ്റേജ് thereof shall be retained or withheld till the completion of the contract. The amount so retained or withheld is called retention money. റീറ്റൻഷൻ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോൺട്രാക്ടർ പണം കൊടുക്കുന്ന അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുന്നത് എത്ര വർക്കാണോ കംപ്ലീറ്റ് ചെയ്തത് അതിനനുസരിച്ചാണ്. എന്ന് വെച്ചാൽ സർട്ടിഫൈ ചെയ്തല്ലേ വർക്ക് സർട്ടിഫൈ ചെയ്ത് എത്രയാണോ അതിനനുസരിച്ച് മാത്രമേ കോൺട്രാക്ടർക്ക് പണം കൊടുക്കുകയുള്ളൂ. അപ്പം ഇവിടെ പറയുന്നത് എല്ലായ്പ്പോഴും ഈ കോൺട്രാക്ടർക്ക് വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ മുഴുവൻ എമൗണ്ട് കൊടുക്കുകയല്ല. അതിലൊരു സർട്ടൈൻ പെർസെൻറ്റേജ് അദ്ദേഹം റിസർവായിട്ട് റീറ്റൻഷൻ മണിയായിട്ട് അദ്ദേഹം റിസർവായിട്ട് മാറ്റിവെക്കും. കാരണം വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ മാറ്റിവെച്ച പണം കൊടുക്കുകയുള്ളൂ. കാരണം ഇദ്ദേഹം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹം കുറച്ച് പണം മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന പണത്തിന് പറയുന്നതാണ് റീറ്റൻഷൻ മണി. ഇത്രയേ ഉള്ളൂ. സാധാരണ രീതിയിൽ എത്ര വർക്കാണോ സർട്ടിഫൈ ചെയ്തത് അല്ലെങ്കിൽ വർക്ക് എത്ര സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് കോൺട്രാക്ടർക്ക് പണം കൊടുക്കുന്നത്. ഇവിടെ വർക്ക് സർട്ടിഫൈ ചെയ്യുന്നതിൻ്റെ മുഴുവൻ എമൗണ്ട് സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. കുറച്ച് എമൗണ്ട് അവർ
പിടിച്ചു വെക്കും. അങ്ങനെ പിടിച്ചു വെക്കുന്ന പണത്തിന് പറയുന്നതാണ് റീറ്റൻഷൻ മണി. ഇത്രയാണ് നമുക്ക് ബേസിക് ടേംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.